ഹെൽത്തി ആയിട്ട് വളരണമെങ്കിൽ ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ അതിന്റെ പോട്ടിംഗ് മിക്സിലാണ് പ്രാധാന്യം. ഞാൻ ഇതിന് മുമ്പ് നട്ടുവെച്ച 3-4 മാസം മുമ്പ് നട്ടുവെച്ച ഒരു പിങ്ക് അഗ്ലോണിമയാണിത്. ഹായ്, വെൽക്കം ബാക്ക് ടു സാലി റോസ് ചാനൽ. ഈ 2 അഗ്ലോണിമ എനിക്ക് ഇന്നലെ കോഴിക്കോട് നിന്ന് റുബീന എന്ന് പറയുന്ന ഒരാൾ അയച്ചു തന്നതാണ്. ഓൺലൈനായിട്ട് ഇന്നലെ വൈകുന്നേരമാണ് വന്നത് ഈ 2 പ്ലാന്റ്. അപ്പം വൈകിട്ട് തന്നെ ഞാൻ ഈ പ്ലാന്റ് അൺബോക്സ് ചെയ്ത് പുറത്ത് വെച്ചിരുന്നു. സ്വല്പം വെള്ളമൊക്കെ തെളിച്ച് അകത്ത് വെച്ചിരുന്നു. നല്ല ഹെൽത്തി ആയിട്ടൊരു പ്ലാന്റാണ്. സ്വല്പം ഇച്ചിരി പ്രായമുള്ളൊരു പ്ലാന്റാണ് ഇതെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഇതിൻ്റെ അടിയിൽ നിന്ന് ഷൂട്ടൊക്കെ എടുത്തിട്ട് നല്ല സാഫൊക്കെ തേച്ച് വൃത്തിയായിട്ടാണ് തന്നേക്കുന്നത്. അതുപോലെ ഒരു ചെറിയ ലെഡി വാലൻ്റൈൻ പ്ലാന്റും ഉണ്ട്. ഇത് 2 ഞാൻ ഇന്നലെ ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. അപ്പോൾ കിട്ടിയപ്പോൾ തന്നെ നട്ട് വെക്കുന്നതിന് വേണ്ടി ഞാൻ പോട്ടിംഗ് മിക്സ് ഇന്നലെ തന്നെ റെഡിയാക്കി വെച്ചിരുന്നു. ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കിയതിൻ്റെ പടം ഞാൻ വീഡിയോ ആയിട്ട് ആദ്യമേ തന്നെ എടുത്തു തന്നിരുന്നു. അതിനകത്ത് എനിക്ക് ഈ എല്ലുപൊടി വളരെ കുറവായിരുന്നു, അതുപോലെ വേപ്പിൻ പിണ്ണാക്കില്ലായിരുന്നു. അതുകൊണ്ട് അതും കൂടി ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്ത് ഒന്നുകൂടി ഈ പോട്ടിംഗ് മിക്സ് ഇളക്കാം. ഈ പോട്ടിംഗ് മിക്സിൽ ഒരു സ്വല്പം പോലും മണ്ണ് ചേർത്തിട്ടില്ല. നമ്മൾ മണ്ണ് ചേർക്കാതെയാണ് ഞാൻ ഈ അഗ്ലോണിമയ്ക്കുള്ള പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുന്നത്. ചാണകപ്പൊടിയും കൊക്കോപീറ്റും മണലും മാത്രമേ ഇതിനകത്ത് എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു സ്വല്പം ഫംഗിസൈഡ്, വളരെ ചെറിയ അളവിൽ ഒരു സ്വല്പം ഫംഗിസൈഡും ഇച്ചിരി എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ഞാൻ ഇപ്പോൾ ചേർത്തതും. അങ്ങനെയാണ് നമ്മളിത് ഈ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുന്നത്. അഗ്ലോണിമയുടെ പോട്ടിംഗ് മിക്സിലാണ് ഏറ്റവും പ്രാധാന്യം. അഗ്ലോണിമ പിടിക്കുന്നില്ല, ഉണ്ടാകുന്നില്ല എന്നൊക്കെ പലരും പരാതിപ്പെടുന്ന കാണാം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുന്നതിലാണ്. നമുക്കിനി ഇത് 2 ചട്ടിയിലേക്ക് നടാം. ആ മുഴുത്ത പ്ലാന്റിന് ഞാൻ ഈ വലിയ ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. വലിയ വലുതല്ല, ഇത്ര വലുപ്പമുണ്ട്. അതിൻ്റെ ഹോൾസ് എല്ലാം ക്ലിയർ ആക്കണം. എല്ലാ ഹോൾസും നല്ല വലുപ്പത്തിൽ നമ്മൾ ഇടണം. അതിനുശേഷം നമുക്കതിലേക്ക് ഈ പോട്ടിംഗ് മിക്സ് ഇടാം. പ്ലാന്റിനൊരു സ്വല്പം പൊക്ക കൂടുതലുണ്ട്, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ അതിനെ ഇതിനകത്തേക്ക് വെക്കുക. ഇത്രയേ ഉള്ളൂ. നമുക്കിനി ചെറിയ പ്ലാന്റ് കൊണ്ട് നടാം. അതിന് ഞാനൊരു ചെറിയ പോട്ടിംഗ് പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇല്ല, നമ്മുടെ അഗ്ലോണിമയുടെ പോട്ടിങ് കഴിഞ്ഞു. ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് അതിൻ്റെ ഇലകളിലൂടെ സ്വല്പം ഒന്ന് വെള്ളം തളിച്ച് ഫ്രഷാക്കി നിർത്തിയേക്കാം. ഓക്കെ, ഇതിൻ്റെ ഇനി നമുക്കിത് ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇതിന് വെള്ളം ഒഴിച്ചാൽ മതി. അതിനാവശ്യത്തിനുള്ള വെള്ളമുണ്ട്, അതിൽ കൂടുതൽ വെള്ളം ഒഴിച്ചാൽ ഇത് ചീഞ്ഞു പോകും. ഇന്ന് 2 അഗ്ലോണിമയും നമുക്ക് നടിയിൽ കഴിഞ്ഞു. ഇത്
ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് നിങ്ങൾക്ക് നോക്കിയാൽ കണ്ടോ, ഇതുപോലെ ലൂസായിരിക്കണം. കണ്ടോ, ഇത്രയും ലൂസായിരിക്കണം ഇതിൻ്റെ പോട്ടിംഗ് മിക്സ്. ഇതുപോലെ വേണ്ട. ഇതൊരു മറ്റൊരു ചെറിയ അഗ്ലോണിമ. ഇത് ഞാൻ 1-2 മാസം മുമ്പ് നട്ടത്. കണ്ടോ, ഇത്രയും ലൂസായിരിക്കണം ഇതിൻ്റെ മണ്ണ്. നമ്മൾ ഒരുപാട് മണലല്ല മണ്ണ് കൂടിപ്പോയാൽ ഇതിൻ്റെ ഈ മിക്സ് തറച്ചു പോയി കഴിഞ്ഞാൽ വേരിന് നല്ല എളുപ്പത്തിൽ ഓടാൻ പറ്റത്തില്ല. അത് വരും.